ദിവസം ടാർഗറ്റ് 12 പേരാണ്. 5 ദിവസം കൊണ്ട് 18 പേരെ ഞാൻ ശത്രുക്കളാക്കും. എന്നിട്ട് ഒറ്റയ്ക്ക് കിടന്ന് വിലസും. അങ്ങനെ പറ്റൂ? ഞങ്ങളല്ലേ പഴം. നിങ്ങൾ പഴം. അപ്പൊ നിങ്ങളെന്താ? വാഴയാ? വാഴ. ഈ കൊല വളരും. എന്നിട്ടായും വളരണം. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. കെട്ടിപ്പിടിക്കരുത്, എനിക്കിഷ്ടമല്ല. അലമ്പാവും. പ്രശ്നം ഫൈറ്റ്. നോ പ്രശ്നം. എന്റെ നെഞ്ചത്ത് കയറിയിട്ട് മുകളിൽ പോയി നോക്കണ്ട, ഒറ്റയ്ക്ക് കളിക്കുക. ഒരാളെ നെഞ്ചത്ത് കയറുന്നു, ഒരാളെ എന്റെ പിടിച്ച് എന്റെ വാലില് പിടിച്ചു കയറുന്നു. ഇപ്പോഴെങ്കിലും സംസാരിച്ചല്ലോ. ആവശ്യമേ ഇല്ല എനിക്ക്. അത് എന്റെ ക്യാരക്ടർ, അത് നിങ്ങളുടെ നെഗറ്റീവ് വന്നേക്കാം. ഞാൻ പറയണ കേൾക്കടാ. നെഗറ്റീവ് അടിക്കരുത്. നിനക്ക് നല്ല പ്ലെയറാണ്. നീ എന്നറിയോ, സ്ത്രീകളുടെ അടുത്തൊക്കെ അടിക്കാൻ വേണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമാവുന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് തന്നെ നിന്റെ പേടിയാണ്. എടാ, എനിക്ക് തന്നെ നിന്റെ പേടിയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളോടും പറഞ്ഞ സെയിം തന്നെ. എല്ലാ സ്ത്രീകളും അധികാരം. അപ്പൊ നിങ്ങളോട് നീ സ്ത്രീയാണോ? നീ സ്ത്രീയാണോ? നിന്റെ പേര് ഞാൻ കയറുന്നില്ലേ? ഞാൻ കയറും. ഇന്നലെ തല്ലൂട്ടുണ്ടായില്ലേ? ഞാൻ സിജോന്റെ അടുത്ത് തല്ലൂടില്ലേ? പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. നീ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാണ്. കാരണം ഞാൻ സ്ത്രീകളുടെ അടുത്ത് മാത്രമല്ല, ആളും തരം നോക്കി. ഞാൻ സിജോന്റെ അടുത്ത് കയറി, റോക്കിന്റെ അടുത്ത് കയറി, ഞാൻ എല്ലാവരുടെ അടുത്തും കയറി. ഞാൻ സ്ത്രീകളുടെ അടുത്ത് കാറ്റഗറൈസേഷൻ ചെയ്യരുത്. ഈ കാറ്റഗറൈസേഷൻ ചെയ്യരുത് ജിൻഡോ. വളരെ മോശം ജിൻഡോ. നീ ചെയ്തത് വളരെ മോശം. ഞാൻ ഒരിക്കലും സ്ത്രീകളുടെ പെണ്ണന്മാരാണ്. സ്ത്രീകളുടെ പെണ്ണന്മാരാ. നിങ്ങൾക്ക് തോന്നിയില്ല സ്ത്രീകൾ? ഞാൻ പറയും തന്നെ ആക്റ്റീവാക്കിയത് ഞാൻ ആക്റ്റീവാക്കിയെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് കഴിവില്ലാന്ന് പറഞ്ഞിട്ടില്ല. ഒരാളെ കുമാറിന് വന്നാൽ നീ സ്വന്തം കണ്ടിട്ടാക്ക്. എന്റെ തഞ്ചത്ത് കയറണ്ട. ബിഗ് ബോസിന്റെ വഴിയിൽ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലപ്പോ ഡിഫിക്കൽട്ടീസ് വരും. ഇവരുടെ ഗെയിം ഭയങ്കര സ്ട്രോങ് ആണ്. രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങളെല്ലാം സൂക്ഷിക്കണം. ചിലപ്പോ കിച്ചന്റെ സാധനങ്ങൾ മിസ്സിംഗ് ആയിരിക്കും. നൈഫോ നിങ്ങളുടെ ക്ലോസിനൊക്കെ ഇങ്ങനെ അടിച്ചു പോവും. ആർക്കും അറിയാൻ പറ്റില്ല. അങ്ങനെ ഫീലിംഗ് ഉള്ളിലൊക്കെ ഉണ്ടാവും ഇവരുടെ. ഒന്നും അങ്ങനെ ചെയ്യില്ല. അപ്പൊ ആരും സ്വീറ്റ് ആവേണ്ട കാര്യം എന്താണ് ഇങ്ങനെ നോക്കണേ? അതെ, ഇത് എല്ലാ ദിവസവും പറഞ്ഞ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ വോയിസ് ഒക്കെ വരും ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളുന്നുണ്ട്. ഭൂതം വരാൻ പോണ്ട്, മന്ത്രവാദങ്ങൾ ചെയ്യാൻ പോണ്ട്. സൂക്ഷിച്ചിരിക്കണം. ഓരോ ആൾക്കാരെ കണ്ടിട്ട് ഇവര് മന്ത്രം പറഞ്ഞിട്ട് ഇവര് ജയിക്കും വിചാരിച്ച മാത്രം പൗഡർ. അയ്യോ കണ്ടില്ലേ, ചെയ്തു പൗഡർ വീണു. അയ്യോ പൗഡർ ഞാനിത് നോക്കണില്ല. താങ്ക് യു. കാരണം മോർണിംഗ് നമ്മളുടെ മനസ്സിൽ നമുക്ക് അങ്ങനെ ചീത്ത വിചാരങ്ങളും എനിക്ക് ഇല്ല. ബിഗ് ബോസ് എന്തെങ്കിലും തെറ്റായി പോയിട്ടുണ്ട്, ഞാൻ റിയലി സോറി. ബിഗ് ബോസ് എനിക്ക് ക്ഷമിക്കണം. അതേപോലെ നോക്കണം. നമ്മൾ എത്ര തമസ കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ എന്താ പറഞ്ഞു, ഞാൻ പറഞ്ഞ അമ്മ ചേച്ചി ഒരു അനിയത്തി, ഞാൻ ചേട്ടൻ വിളിക്കണല്ലേ, തട്ടി ചേട്ടൻ വിളിക്കുന്നത്. ഒരു അനിയത്തിക്കും ഒരു ചേച്ചിക്കും അധികാരം വന്നോ, അതാണ് ഞാൻ കളിക്കുന്നത്. വേറെ ഒന്നുമില്ല. അതാ പറഞ്ഞേ. ഞാൻ നിങ്ങൾക്ക് സത്യം പറഞ്ഞു ഞാൻ ഹാർട്ട് ചെയ്യണമെങ്കിൽ ഐ എം റിയലി സോറി ഫോർ ഐ എം സോറി you not to me. No I am sorry. നോക്കൂ I respect you. അല്ല അത് എനിക്കല്ല. അതാണ് ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറഞ്ഞു ആ സമയത്ത് പുള്ളിയുടെ ഭാര്യ പുള്ളിയെ പറ്റി ചിന്തിക്കത്തില്ലേ? ഇല്ല, അത് 2 മണിക്കൂറുള്ള ആലോചനയാണ്. ക്യാരക്ടർ വരുന്നുണ്ട്, വരും. ഒരാഴ്ച കഴിയിട്ട് വേറെ ലെവലിലോട്ട് പോകും. പിന്നെ വേറൊരു കാര്യം ഉണ്ടാ, നമ്മളിപ്പം ഞാൻ സംസാരിക്കുന്നത്, ബിജു സംസാരിക്കുന്നത്, നീ സംസാരിക്കുന്നത്, അതുപോലെ ബാക്കിയുള്ള ആൾക്കാർ സംസാരിക്കുന്നത് ആരെ കുറിച്ച്? രതീഷ് ചേട്ടനെ കുറിച്ച്.
അപ്പൊ അതെന്താവും? അത് ശരിയാണ്. പക്ഷെ അതാണ് പുള്ളിക്ക് വേണ്ടത്. ശരി, അത് ഞാൻ സമ്മതിച്ചു. പുള്ളിക്ക് അതാണ് വേണ്ടത്. പക്ഷേ നമ്മൾ കോണ്ടന്റ് അങ്ങേർക്ക് വേണ്ടി കൊടുക്കണം. ശരിയാണ്, ശരി, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ പുള്ളിക്കാരൻ നെഗറ്റീവിലോട്ട് മാത്രമേ പോകത്തുള്ളൂ. അത് നെഗറ്റീവ് പോസിറ്റീവ് അല്ലടാ. നമ്മൾ ചില കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ ഇവനെ വിളിച്ചതിന്റെ കാര്യം, സ്ട്രീറ്റ്സിനെ വിളിച്ചതിന്റെ കാര്യം അതാ. കാരണം ഞാൻ ആ സ്ഥലത്തില്ല, നീ ആ സ്ഥലത്തില്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് പോയിട്ട് അതിനെപ്പറ്റി ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. അല്ലെ പുള്ളി സമ്മതിക്കണം, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. പുള്ളി സമ്മതിച്ചാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാൻ കണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം ആളൊന്നും മിണ്ടാത്ത, പിന്നെ ആ ടേബിൾ വന്നിട്ടൊന്നും മിണ്ടാത്തത്. ഞാൻ പറയട്ടെ, ഇനി കൂടുതൽ എന്ത് പോണം പുള്ളിക്കാരൻ എന്ത് വേണ്ട ബ്രോ അതാണ് വേണ്ട ബ്രോ. സ്പേസിന് വേണ്ടിട്ടാ ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു എന്തോന്ന്. നമ്മളിങ്ങനെ തൊട്ടി സംസാരിക്കുന്ന പേര് ചില കാര്യങ്ങളാണ്. അത് നമുക്ക് ചെയ്യാം, നമുക്ക് ചെയ്യാതിരിക്കാം. ഫുഡ് ഇത്രയും ദിവസം നമുക്ക് തന്നുകൊണ്ടിരുന്ന ഫുഡ് നമ്മുടെ വേസ്റ്റ് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ വേസ്റ്റ് ആയി. കഴിച്ചിട്ട് പോയതല്ലാതെ ഒരാളും ഈ 2 ദിവസം ആ പാത്രം കഴുകുകയോ തുടയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതാർക്കും ചെയ്യാമായിരുന്നു. അല്ല, ഞാൻ ജിൻഡോയല്ല, ഞാൻ അടച്ചല്ല പറഞ്ഞത്. 4 ഗ്ലാസ് അങ്ങനെയല്ല ഞാൻ പെടില്ലല്ലോ. ജിൻഡോ എല്ലാവരും പറയുമ്പോ ജിൻഡോ ഈ വീട്ടിലെ അല്ലേ? എല്ലാവരും ചെയ്തിട്ടില്ല എന്ന് പറയില്ലേ? ഞാൻ ചെയ്തിട്ടുണ്ട്. ജിൻഡോ ചെയ്തു ഇപ്പൊ പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ ജിൻഡോ, ഞാൻ ജിൻഡോ സംസാരിച്ചപ്പോ ഒന്നും സംസാരിച്ചില്ല. ലെറ്റ് മീ സ്പീക്ക്. അപ്പൊ ജാസ്മിൻ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. കിച്ചന്റെ അത് ജാസ്മിനോട് ഞാൻ റിയാക്ട് ചെയ്ത് പറയുന്നതും അല്ല. കിച്ചൺ ടീമില് ഫുഡ് അവിടെ വെക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേകം ടൈം ഉണ്ടാവും നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനായിട്ട്. ആ ടൈമിൽ എല്ലാവരും ക്ലീൻ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഞാൻ പറഞ്ഞത് ഇവിടുന്ന് സാധനം എടുത്ത് അവിടെ കൊണ്ടുവെക്കുന്ന കാര്യമല്ല. അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ മീൻസ് വാഷ് ബേസിനിൽ വരുന്ന സാധനങ്ങൾ നിങ്ങൾ കഴുകി വെക്കണ്ട എന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ ക്ലീൻ ചെയ്യുന്നത് വരുന്നത് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത് ആരാ? അവരുടെ അതിലാ വരുന്നത്. അത് ജാസ്മിൻ അപ്പൊ ഒരു കാര്യമുണ്ട്, അവിടെ വെക്കുന്ന സാധനങ്ങൾ അത് ക്ലീൻ ചെയ്ത് മാറ്റിയാൽ ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യം വരുന്നില്ല. ചേച്ചി അതല്ല ഇനിയിപ്പോ ഇവിടെ പറഞ്ഞേ. ചേച്ചി പറഞ്ഞതാണ് പറഞ്ഞത്. ചേച്ചി ഇവിടെ ക്ലീൻ ചെയ്യുന്ന കാര്യമല്ലേ ഇപ്പൊ ഞാൻ അല്ല, ഞാൻ എനിക്ക് അങ്ങനെയല്ലേ തോന്നി. ഞാൻ അതല്ല പറഞ്ഞു. നിങ്ങൾ വെസൽ ടീം ആണെങ്കിൽ നിങ്ങൾ അവിടെ വേസ്റ്റ് ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് അവിടെ അത് കഴുകി വെച്ചാൽ ബാക്കിയുള്ളവർക്ക് പാത്രം കഴുകുമ്പോ അതൊരു ഇറിറ്റേഷൻ ആവില്ല. അവിടെ വേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കഴുകേണ്ടി വരുന്നത്. അത് കുറച്ച് വേസ്റ്റ് ആയതിനു ശേഷം കഴുകാം എന്ന് വിചാരിച്ച് നിൽക്കണ്ട. ആര് കാണുന്നോ വെസൽ ടീമിലെ ആര് കാണുന്നോ അവർക്കത് ചെയ്യാം, അത് ചെയ്യാം. അവിടെ വൃത്തിയാക്കിയിടാം. പോയിന്റ് ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഞാൻ ചേച്ചിയുടെ പറഞ്ഞു ഒന്ന് ഇൻഫോം തരണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചേച്ചിയുടെ അടുത്ത് എപ്പോഴും പറയുന്നത്, ഇന്ന് രാവിലെ വരെ പറഞ്ഞു, ഞങ്ങള് വെസൽ കഴുകാൻ തയ്യാറാണ്. ഞങ്ങള് ആരുടെ എന്ത് വെസൽ കഴുകാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ചേച്ചി ഒരു ഗ്ലാസ് അവിടെ കണ്ടു, ഓടിച്ചെന്നിട്ട് വൃത്തിയാക്കി. അത് നടക്കില്ല. അത് കാരണം ചേച്ചിയുടെ അടുത്ത് ക്യാപ്റ്റന്റെ അടുത്ത് രാവിലെ തന്നെ പറഞ്ഞെന്താ അറിയോ? ക്യാപ്റ്റന്റെ അടുത്ത് രാവിലെ തന്നെ പറഞ്ഞത്, ഒരു കൂട്ടം പാത്രം ആയി കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ചോളൂ, ഞങ്ങൾ അത് കഴുകിക്കോളാം. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചേച്ചി ഒരു ഇൻഫോർമേഷൻ തരണം, അല്ലാതെ ഞങ്ങളോട് ഒന്നും പറയാതെ. അത് ഞങ്ങളുടെ റിക്വസ്റ്റാ. ഞങ്ങൾക്ക് ചിലപ്പോൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് കംപ്ലൈന്റ് ആയിട്ട് മാറും. അത് കംപ്ലൈന്റ് ആയിട്ട് മാറാൻ പാടില്ല. അതുകൊണ്ട് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ദയവ് ചെയ്ത് നിങ്ങൾ കഴുകരുത്, നാളെ ഞങ്ങൾക്കത് പ്രശ്നം വരും. അത് കാരണം ചേച്ചി ഒരു ഇൻഫോർമേഷൻ ഞങ്ങൾക്ക് തരണം. വിഷമിക്കുന്നതല്ല, അതൊരു മര്യാദയാണ്. അത് നമ്മള് മര്യാദ അതെ, മര്യാദ പഠിപ്പിക്കാനല്ല വന്നത്. പക്ഷെ എന്റെ സ്പേസിലാണ് രതീഷ് സംസാരിച്ചത്. നോബഡി ആസ്ക്ഡ് ഹിം ടു സിറ്റ്. രതീഷ് സംസാരിച്ചപ്പോ ഞാൻ ഒന്നും പറയാണ്ട് മാറി നിന്നു. അത് കഴിയുമ്പോൾ എന്റെ സ്പേസാണ്. അതൊരാളെ ഇൻസൾട്ട് ചെയ്യുന്നതാണ്. അത് ഞാൻ ചെയ്താൽ അത് ഇൻസൾട്ട് ആവില്ലേ? ആവും. പക്ഷെ അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാതിരിക്കാനാണ് ഞാൻ വന്നത്. അത്രേ ഉള്ളൂ. കൂൾ. എനിക്ക് അവരുമായിട്ട് പ്രശ്നമില്ല. ചേച്ചി അവിടെ ഇല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം. ഇപ്പൊ ഞാൻ ഓക്കെയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ഇന്റൻഷൻ ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് റെസ്പെക്ട് കൊടുക്കണ്ടേ? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. നിർത്തങ്ങോട്ട്. ഇനി ഞാൻ പറയാം, കഴുകിയതും കഴുകാത്തതും വലിച്ചിട്ടതും എല്ലാം ഇതെല്ലാം ലോകം മൊത്തം കണ്ടോണ്ടിരിക്കുകയാണ് നമ്മൾ എന്താന്നുള്ളത് 2 ദിവസമായിട്ട്. അതാദ്യം മനസ്സിലാക്കും നിങ്ങളൊക്കെ, അല്ലേ? നിങ്ങളെല്ലാം ഒരു ഫാമിലിയിൽ നിന്ന് വന്നതല്ലേ? മനസ്സിലാക്ക്. നമ്മൾ എന്ത് തെറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിലുള്ളവരെയാണ് പറയുന്നത്, പുറത്തുള്ളവര്. നമ്മളിവിടെ കാണിച്ചത് മുഴുവൻ എന്തുവരും എനിക്കറിയില്ല ആരൊക്കെ എന്ത് കാണിച്ചെന്ന്, അല്ലേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞു 9:30 ആകുമ്പോൾ നമ്മൾ ടേബിളിൽ വെക്കും. എല്ലാരും വന്ന് കഴിക്കുക നമുക്കറിയില്ല. അത് കറക്റ്റ് ചെയ്യുക. അവരോട് കഴിക്കുന്ന കപ്പും
പ്ലേറ്റും കഴിക്കുക, അതൊരു മര്യാദയുടെ ഭാഗമാണ്. ഞാൻ ക്ലീനിങ്ങിനുണ്ടെങ്കിലും ഇല്ല, അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാ, ഇല്ലെങ്കിൽ വെസൽ ടീം വെസലിലേക്ക് ഇടുക, അവര് കഴുകും. ഓക്കെ, ഇനി അതിലൊരു സംശയമില്ലല്ലോ. അത് കഴിഞ്ഞ കുക്കിംഗ് ചെയ്ത് കഴിയുമ്പോ എന്തായാലും നല്ലപോലെ പാത്രങ്ങൾ വരും, അത് വൃത്തികേടാവും. അത് ഞങ്ങൾ അവിടെ എടുത്ത് വെക്കും. വെച്ചിട്ട് നിങ്ങളുടെ പറയും വന്ന് കഴുകൂ എന്ന് പറഞ്ഞിരിക്കും ഞങ്ങളിൽ ആരെങ്കിലും. പിന്നെ എല്ലാവർക്കും ഇപ്പൊ ഡ്യൂട്ടി ഉണ്ട് ഇവിടെ അല്ലെ? അവരവരുടെ ജോലികൾ കൃത്യമായി വൃത്തിയായി ചെയ്യുക. അതിനുശേഷം ടൈം ഉണ്ടെങ്കിൽ അവരവർക്ക് മനസ്സുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. തിരക്ക് എന്നിട്ട് പോയി തിരക്ക് പോയി തെളിയിക്കുന്നു. എന്താ എടേ ഈ മീനിങ് പറയാനല്ല ഞാൻ അവിടെ നിൽക്കുന്നത്, അത് കണ്ടുപിടിച്ച് ചെയ്യണം. മാനമുണ്ടോ എന്ന് തിരക്കാനോ? എനിക്ക് മാനമുണ്ടോ? ഞാൻ നിന്നെയാണോടാ ഞാൻ പറഞ്ഞ എവിടെയാ? അയാൾക്ക് മാനമുണ്ടോ എങ്ങനെ അയാളെ പോയി തിരക്കാൻ ഞാൻ പോയി തിരക്കണം, എന്റെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞോ മാത്രം എടുത്തു തിരിച്ചു. ഞാൻ പറഞ്ഞോ എന്റെ ടീമാ. എടേ രതീഷ് ചേട്ടാ എന്തോ ടീം തിരിച്ചാ, വഴക്കത്തെ ടീം തിരിച്ചാ, ടീം തിരിച്ചാ മോനെ. ഇവിടെ ഒരു മാർക്ക് വരുത്തിയിട്ടുണ്ട്. രതീഷ് കുമാർ ഒരു മാർക്ക് കെട്ടിപ്പിടിച്ചപ്പോ 2 മണിക്കൂറിന് ശേഷം അപ്പൊ പ്രശ്നമില്ലാത്ത രതീഷിന് 2 മണിക്കൂർ കഴിഞ്ഞ് മോർണിംഗ് ടാസ്കും കഴിഞ്ഞ് അപ്പൊ ഒന്ന് പറയാണ് ജാൻമണി എന്നെ വന്ന് കെട്ടിപ്പിടിച്ചത് എനിക്ക് ഭയങ്കര ക്ഷയമായി പോയി, വേറെ ആര് കെട്ടിപ്പിടിച്ചാലും കുഴപ്പമില്ല. അതായത് 2 മണിക്കൂർ ടാസ്കിനിടയിൽ ആഘോഷിച്ചപ്പോഴാണ് രതീഷിന് അപ്പൊ ഇഷ്ടപ്പെട്ടില്ല. അതെ അയ്യോ നീ വൈകിട്ട് 3 ഒരാളുടെ അയാളുടെ ഒപ്പീനിയൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ അയാൾ കരയാണ്. ഞാൻ വിചാരിച്ചെന്താ അയാളുടെ ഭാഗത്ത് അല്ല എന്തോ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചു. എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. സോ ഞാൻ അയാളോട് പോയി സംസാരിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് എന്റെ അനുവാദമില്ലാതെ ഒരു വ്യക്തി എന്റെ ദേഹത്ത് തൊടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ നമ്മളെ ബിഗ് ബോസിൽ വന്ന സമയത്ത് നമ്മുടെ അനുവാദമില്ലാതെ എന്റെ ബോഡി എന്റെ ഇഷ്ടമാണ്, അവിടെ ആദ്യം ടച്ച് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. എടോ ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് റോക്കി, ഒരു മിനിറ്റ് റോക്കി, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നു ഇവിടെ ഉള്ള എല്ലാരും എന്റെ ദേഹത്ത് തൊടാം, സുരേഷ് ഏട്ടൻ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് എന്റെ സ്വഭാവ വൈകല്യമാണ്. സുരേഷ് ഏട്ടനെ ഞാൻ കാണുന്ന എന്തോ സുരേഷ് ഏട്ടൻ നോക്കി അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, അത് വൈകല്യം. വേണ്ടത് നീ ചോദിക്കും, നിന്റെ ചോദ്യം അത് ഞാൻ അവർക്ക് കൊടുത്തോണ്ടിരിക്കല്ലേ. അത് എന്റെ ഇഷ്ടമാണ്, ഞാൻ എത്ര സമയം നിന്നോടല്ല എനിക്ക് പറയാനുള്ളത്. ഞാൻ സംസാരിച്ച റോക്കിയോട്, ഞാൻ റോക്കിയോട് സംസാരിച്ചു. നീ സംസാരിച്ചപ്പോ ഞാനുണ്ടായിരുന്നോ? നീ സംസാരിച്ചപ്പോ ഞാനുണ്ടായിരുന്നോ? അത് ഞാൻ തീരുമാനിച്ചോ? നീ അവിടെ സംസാരിച്ചപ്പോ ഞാനുണ്ടായിരുന്നോ? നീ സംസാരിച്ചപ്പോ ഞാനുണ്ടായിരുന്നോ? അത് ഞാൻ തീരുമാനിക്കാം. നീ അല്ല, നീ എന്റെ കമന്റ് നീ എന്താ എന്റെ കമന്റ്? ഞാൻ അയാളോട് സംസാരിച്ചപ്പോ എന്നെ കമന്റ് നീ ആരാണ്? അത് എന്റെ ഇഷ്ടം. നീ സംസാരിക്കേ,
ആയിക്കോ. ഓ നന്നായിട്ടുണ്ട്. അത് ഞാൻ തീരുമാനിച്ചോളാം. എനിക്കറിയാം, ഞാൻ സംസാരിക്കാൻ തന്നെയാണ് വന്നത്. നീ പറയേ, നീ എന്താണ് ഇവിടെ പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? നീ പറ. നിനക്ക് എന്താ കേൾക്കേണ്ടത്? എനിക്കൊന്നും കേൾക്കണല്ലോ, അവിടെ പറഞ്ഞു. അപ്പൊ ഞാൻ സംസാരിച്ചോളാം. നീ ഇടപെടണ്ട. അയ്യോ, ഒന്നും ഒരു ചേർച്ചില്ല, കാര്യമില്ല. മര്യാദയ്ക്ക് ഉത്തരം കൊടുക്ക്. എടുത്ത് വളച്ചോട്ട് കുറച്ച് വെള്ളം കുടിക്കണം. കുറച്ച് വെള്ളം, കാര്യമില്ലാത്ത കാര്യം. വെള്ളം കുടിക്കാൻ എല്ലാവരുടെയും ബോട്ടിലല്ലേ? നിന്റെ കയ്യിലുണ്ടല്ലോ ബോട്ടില്, നീ കുടിക്കൂടി. നീ കുടിച്ചോ. പവർ റൂമിന് ഒട്ടനവധി അധികാരങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിലുണ്ട്. പവർ റൂമിന്റെ അധികാരങ്ങൾ കൃത്യമായി എല്ലാവർക്കും അറിയാൻ അവകാശമുണ്ട്. പ്രേക്ഷകരും ഇതിനായി കാത്തിരിക്കുകയാണ്. ഇതിനുള്ള സമയമാണിപ്പോൾ. കഴിഞ്ഞ 5 സീസൺ പോലെയല്ല ബിഗ് ബോസ് സീസൺ 6. ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ 4 മുറികളാണ് ഉള്ളത്. 3 മുറികൾ കഷ്ടപ്പാടിനെയും ദുരിതത്തെയും സൂചിപ്പിക്കുന്നതാണ്. വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ 4ാമത്തെ മുറി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. വളരെ വിശാലമായ സൗകര്യത്തോട് കൂടിയതാണ് 4ാമത്തെ മുറി. ഇതാണ് പവർ റൂം. ക്യാപ്റ്റനും തിരഞ്ഞെടുത്ത പവർ ടീമും ചേർന്നാണ് മറ്റു മുറികളിൽ ആരെല്ലാം താമസിക്കണം എന്ന് തീരുമാനിക്കുന്നത്. പവർ ടീമിന് ഒട്ടനവധി അധികാരങ്ങൾ ഉണ്ടായിരിക്കും. പവർ റൂമിലുള്ളവരെ മറ്റ് ടീമംഗങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. പവർ ടീമിന് മറ്റുള്ളവരിൽ നിന്നും ഒരാളെ എവിക്ഷൻ പ്രക്രിയയിലേക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ജയിലിലേക്ക് പോകേണ്ട ഒരാളെ തിരഞ്ഞെടുക്കുന്നത് പവർ ടീം ആയിരിക്കും. പവർ റൂമിലുള്ള ആരെയും ജയിലിലേക്ക് അയക്കാൻ പാടില്ല. മറ്റു ടീമുകൾക്ക് വേണ്ടിയുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതും പവർ ടീം ആയിരിക്കും. ബിഗ് ബോസ് ഹൌസിൽ എന്ത് പാചകം ചെയ്യണമെന്ന് ഇവർക്ക് നിശ്ചയിക്കാം. കിച്ചൺ കബോർഡിന്റെ താക്കോൽ പവർ ടീമിന്റെ കയ്യിലായിരിക്കും. പവർ ടീമിന്റെ അനുവാദമില്ലാതെ മറ്റ് ടീം അംഗങ്ങൾക്ക് സാധനങ്ങൾ എടുക്കാൻ പാടില്ല. പവർ ടീമിലെ അംഗങ്ങൾക്ക് പവർ മണി ലഭിക്കും. ബിഗ് ബോസ് ഹൌസിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് ഉപഹാരമായി പവർ മണി പവർ ടീമിന് നൽകാം. ഉദാഹരണത്തിന്, നല്ല ആഹാരം ഉണ്ടാക്കുന്നവർ, വീട് നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുന്നവർ, നല്ല പെരുമാറ്റം കാഴ്ചവെക്കുന്നവർ എന്നിങ്ങനെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് പവർ മണി നൽകാം. പവർ റൂമിന്റെ അവകാശികളാകാൻ മറ്റുള്ളവർക്കും അവസരം ലഭിക്കുന്നതാണ്. ഇതിനായി മറ്റു 3 ടീമുകൾ തമ്മിൽ ചലഞ്ച് ടാസ്കുകൾ നടക്കും. ഇതിലെ വിജയികൾ പവർ ടീമുമായി മത്സരിച്ച് വിജയിച്ചാൽ പവർ റൂമിൽ കയറാവുന്നതാണ്. പവർ റൂമിലെ അംഗങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ ബാക്കിയുള്ള ടീമുകളിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുത്ത് ചെയ്യിപ്പിക്കാവുന്നതാണ്. താങ്ക് യു. നിനക്കോ അല്ല വേണ്ട, നിനക്കോ ചോദിച്ചു. പവർ റൂമിന്റെ വില കളയല്ലേ നീ ഇടിയുള്ളൂ കേട്ടോ. തുണി അലക്കാൻ ഒരാളെ കിട്ടാവോ? അത് ആർക്കും അത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം. പക്ഷെ അത് പേഴ്സണൽ കാര്യം, അത് വേണ്ട. ഇപ്പൊ എന്റെ ഡ്യൂട്ടി എനിക്ക് വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അങ്ങനെയാണ്. അപ്പൊ എന്റെ ഡ്യൂട്ടി ഞാൻ എന്റെ ഡ്യൂട്ടിയാണല്ലോ. ഒരു കാര്യം ചെയ്താലോ, നമ്മുടെ കണ്ടന്റ് കിങ്ങിനെ കൊണ്ടുണ്ടാക്കിച്ചാലോ ഭക്ഷണം. കണ്ടന്റ് കിങ്ങാരാ? ഓന്ത് ചേട്ടൻ. അതും ജാൻമണിയുടെ അസിസ്റ്റന്റ് ആയിട്ട്. ഇല്ല, എനിക്ക് അത് ഒന്നുണ്ടാക്കിക്കണമെന്നുണ്ട്. ജാൻമണിയുടെ അസിസ്റ്റന്റ് ആയിട്ട് എനിക്കത് നമുക്ക് കേട്ടായിരുന്നോ? പറഞ്ഞത് കേട്ടില്ലേ ഇപ്പൊ? നാളെ ഞാൻ കിച്ചൺ, എനിക്ക് വയ്യ, ഞാൻ ലീവാണ്, ഓഫ് എടുക്കാണ്. വയ്യ, ഐ മീൻ മെന്റലി ഡൗൺ അല്ലേ. സോ എനിക്ക് പകരം ഞാൻ രതീഷിനെ തരാണ്. സോ ഹി വിൽ ബി യുവർ അസിസ്റ്റന്റ്. പ്ലേ വെൽ. ചെയ്യാവുന്ന കാര്യങ്ങളാ. ഫസ്റ്റ് പറയട്ടെ ചേച്ചി, നമ്മുടെ ചായയുടെ കാര്യം ഞങ്ങളുടെ ഡിസൈഡ് ചെയ്തത് പറയുവാണ്. ജിൻഡോ ആണ് ഞങ്ങൾക്ക് വൈകുന്നേരം ചായ ഇട്ടിരേണ്ടത്. അതുപോലെ തന്നെ നാളെ അടുക്കളയിൽ ഞാൻ മെന്റലി ഓക്കെ അല്ലാത്തതുകൊണ്ട് എന്റെ ഡ്യൂട്ടി ഞാൻ നമ്മുടെ രതീഷിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. രതീഷ് ജാൻമണിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പവർ ഹൗസിൽ നിങ്ങളാണ് പവർ. നിങ്ങളുടെ പവർ യൂസ് ചെയ്യണം, യൂസ് ചെയ്യാൻ ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. കുശിനിക്കാരൻ തയ്യാറായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ജിൻഡോയ്ക്ക് ഇതൊന്നും കോമഡി ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ വയലൻസിലേക്ക് പോകുന്ന അതിൽ എനിക്കറിയാവുന്നത്. അത് ചേച്ചി നമ്മള് വളരെ ഫണ്ണായിട്ട് ഇതിനെ ഒരു സ്കിറ്റ് ചെയ്യുക നമ്മള്, അത്രേ ഉള്ളൂ. സ്റ്റേജിൽ ഒരു സ്കിറ്റ്. ജിൻഡോ ചേട്ടനാണ്. ജിൻഡോ ചേട്ടാ,
ബിഗ് ബോസ് പ്രേക്ഷകർക്ക് അറിയാനായിട്ട് എന്താണ് ജിൻഡോ? ഇന്ന് ശരിക്കും ഞാനൊരു സെലിബ്രിറ്റി പേഴ്സണൽ ട്രെയിനറാണ്, ഇന്റർനാഷണൽ ബോഡി ബിൽഡറാണ്, ഒരു IPS ലെവൽ പോലീസ് ട്രെയിനറാണ്, ഇൻക്ലൂഡ് DGP അടക്കം. പിന്നെ ഒരു മദർ തെരേസ അവാർഡ് ഹോൾഡറാണ്, നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കോച്ചാണ്, ആദിശങ്കര എഞ്ചിനീയർ കോളേജിലെ ഫിസിക്കൽ ട്രെയിനറാണ്. എനിക്കൊരു 8 ഫിറ്റ്നസ് സെന്റർ ഉണ്ട് കേരളത്തിൽ മൊത്തമായിട്ട്. പക്ഷെ ഈ ഒരാളെയാണ് ഇന്ന് ജനങ്ങൾ എന്നെ അറിയുള്ളൂ. ശരിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 മക്കളാണ്. എൻ്റെ അനിയനും അനിയത്തി ഞാനും. ഞാൻ മൂത്തതാണ്. എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കാരണം വരും അത്രയും കാശും കൂടി ജീവിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ അമ്മയും പണിയെടുക്കും. അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വീഡിയോ ഒക്കെ തിരക്കാൻ അറിയാം. വീഡിയോ ഒക്കെ വന്ന് ഇരുന്ന് തിരക്കും. അങ്ങനെ പള്ളിയിൽ നിന്ന് പഠിച്ചതാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ മുതലേ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ റൂബിക്കൊക്കെ നമ്മൾ ഞങ്ങളുടെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ പോയിട്ട് ഞങ്ങളത് പറിക്കും. എന്നിട്ട് ഉപ്പിലിട്ടിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് വിൽക്കും. പിന്നെ കപ്പലിൻ്റെ കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മുടെ പള്ളിയിലൊക്കെ നാടൻ നടക്കില്ലേ, അവിടെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വിൽക്കും. ഞാൻ പിന്നെ ഒരു 9ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു തൃശ്ശൂർ പാവർട്ടി ബാറിൽ ഞാൻ പോയി നിൽക്കുകയാണ്. 2 മാസത്തെ വെക്കേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബാറിൽ പോയി നിൽക്കണമെന്ന് വെച്ചാൽ പാത്രം കഴുകാൻ. നമ്മൾ പാത്രം കഴുകാൻ നിൽക്കുന്ന ആളാണ്, ക്ലീൻ ബോയ്. അപ്പോൾ പാത്രം കഴുകും. അപ്പോൾ ഞങ്ങൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഛർദ്ദിച്ചത് കോരിയിട്ടുണ്ടെങ്കിൽ 10 രൂപ കിട്ടും. ഞാൻ 10 പേര് ഛർദ്ദിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് 100 രൂപ കിട്ടും. അതൊന്നും ഒരു അറപ്പില്ലാണ്ട് പോയിട്ടുള്ളതാണ് ഞാൻ ഒരാളോടും പറയില്ല. പക്ഷെ ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മോട് മാത്രം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഛർദ്ദിച്ചത് വരെ ഞാൻ 10 രൂപയ്ക്ക് കോരിയമ്മയെന്ന്. എൻ്റെ അമ്മ നെഞ്ചത്തടിച്ച് നോളിച്ചുണ്ട്, മോൻ എത്ര വേണമെന്ന്. പക്ഷെ അതൊന്നും എനിക്കൊന്നുമല്ല. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് വളരണമെന്ന് ചിന്തിക്കുന്ന ആളാണ്. ആ സമയത്ത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കരാട്ടെ. ഇപ്പോൾ ലൈഫിൽ സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഡൈവോഴ്സാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഡൈവോഴ്സാണ്. ഡൈവോഴ്സ് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പറഞ്ഞില്ലേ, ഞാനൊരു 10 വർഷത്തോളം എൻ്റെ വൈഫായിട്ട് ജീവിച്ചിട്ടുണ്ട്. 5 വർഷത്തോളം ഞാൻ 10 വർഷത്തോളം ഉണ്ടായിട്ടുണ്ട്. 5 വർഷം ഞാൻ ജീവിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈവോഴ്സ് കഴിഞ്ഞിട്ടും അവൾ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ചേട്ടൻ എന്നെ ഒരു അടിച്ച് വലിച്ചാർന്നെങ്കിൽ ഞാൻ നേരെയാണ്. ഞാൻ ഇതുവരേക്കും പെണ്ണുങ്ങളെ കൈയെടുത്ത് അടിച്ചിട്ടില്ല. ജിൻഡോ ചേട്ടന്റെ ഏറ്റവും വലിയ